ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ യൂട്യൂബ് ചാനൽ. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയിൽ ആർട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഈ നഖത്തിൽ ഇങ്ങനെ കുത്തിക്കുറിച്ച് ഇങ്ങനെ അത് ഞാൻ ചെയ്യും. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് മറ്റേ സാധനം ട്രൈ ചെയ്യാൻ പോവാം. എന്തുട്ടാ ഞാൻ പറയാം, മറ്റേ വെള്ളത്തിൽ നെയിൽ പോളിഷൊക്കെ ഒഴിച്ചിട്ട് ഒരു നെയിൽ ആർട്ടില്ലേ, അത് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. സോ അത് വലിയ പണിയൊന്നുമില്ല എന്നാണ് അവർ പറയണത്. അതായത് എന്താ, ഫസ്റ്റ് നമ്മൾ നെയിൽ പോളിഷ് ഏതെങ്കിലും ഇടണം. ഇതാണ് എൻ്റെ കൈകൾ, എൻ്റെ സുന്ദരമായ കൈകൾ. എന്നിട്ടാണ് കയ്യിൽ ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് ഇടണം. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാണ്ട് എന്തെങ്കിലും ഇടണം. അവർ വാസ്ലിനൊക്കെ യൂസ് ചെയ്യണം കണ്ടേ, പക്ഷെ നമ്മൾ വാസ്ലിനല്ല യൂസ് ചെയ്യണം. ഇതിൽ വാസ്ലിൻ ഇല്ല. വാസ്ലിൻ കഴിഞ്ഞ ദിവസം ചേച്ചിനോട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ അവിടെ പശയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കത് പൊളിച്ചറിയാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഡിസൈൻ കുത്തൊഴിച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് മുക്കും. അപ്പം എൻ്റെ കയ്യിൽ സുന്ദരമായ ഡിസൈൻ വരും എന്നാണ് നമ്മൾ കണ്ട വീഡിയോ പ്രകാരം. നമുക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ ബേസായിട്ട് ഇടാൻ പോകുന്നത് വൈറ്റാണ് കേട്ടോ ഗൈസ്, വൈറ്റ്. കാരണം ഏത് കളർ വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും വൈറ്റ് ഇടാം. എൻ്റെ കയ്യിൽ ഇവിടെ അങ്ങനെ അധികം കളറൊന്നും ഇല്ല, എന്നാലും അയ്യോ അട്ടങ്ങി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇതുപോലെ ഇതുപോലെ കയ്യിൽ പശ തേച്ച് കൊടുക്കണം. വാവ്, ഇത് മൊത്തത്തിൽ വെള്ളയല്ലോ. സോ നമ്മൾ കയ്യിൽ ഫുള്ള് ഇട്ട് കഴിഞ്ഞ് ഗൈസ് കണ്ടിന്യൂ ഇത് ഉണങ്ങണം. നമ്മളിത് ഉണക്കാൻ വെക്കാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ കേട്ടോ. പശ ഉണങ്ങാൻ കുറേ നേരം എടുക്കുമോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ മഴയാണ് കേട്ടോ, മഴയത്ത്. അപ്പോൾ അച്ഛൻ കൊച്ചിനെ ഫ്രണ്ടിലെടുത്ത് കൊണ്ടുപോകാം. എന്നിട്ട് കൊച്ച് ഫ്രണ്ടിലിരുന്നുകൊണ്ട് ഇങ്ങനെ അത് ചെറിയൊരു പെൺകൊച്ചി. എന്നിട്ട് അവൾ വണ്ടി ഓടിക്കുന്ന പോലെ അവൾ ഇരിക്കണ വലിയ സെറ്റപ്പായിട്ട് കൂടും ഗ്ലാസ് കൊച്ചു മുട്ടയൊക്കെ പറത്തി. അപ്പം ഞാനിവിടെ നിന്ന് BGM ഇട്ട് കൊടുക്കാറുണ്ട്. ശരിക്കും സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരിത് പോയിട്ടുണ്ട്. പക്ഷെ ഞാനിരുന്ന് പോകുമ്പോണ്ടല്ല, എൻ്റെ അച്ഛൻ്റെ തല്ലിട്ട് ഞാൻ പോയി. എൻ്റെ പൊന്നടാവേ, ഞാൻ അച്ഛൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന് ഉറങ്ങും ഇങ്ങനെ അങ്ങനെ ഇരുന്ന്. ഒരു അച്ഛൻ എഴുന്നേക്കടി ഒറ്റ തട്ട്, പിന്നെ വീഴും, പിന്നെ തട്ട്. എന്തോരം തട്ട് കിട്ടിയേക്കണം എനിക്ക്, എൻ്റെ പൊന്നോ. അങ്ങനെ തട്ടി ഞാൻ ഇവിടം വരെ എത്തി. സോ സാഡ്. നല്ല രസമായിരുന്നല്ലേ പണ്ട്. അതൊക്കെ പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. അതൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ദിവസം കരയണം, വീഡിയോ എടുക്കാം. കാരണം ഞാൻ കരയും. എന്തിനാ വെറുതെ. നമ്മൾ വെള്ളത്തിൽ അല്ല, പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് മറ്റേ സാധനമാവോ നോക്കാം. ഇതുമാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇത് രണ്ടും ഉണ്ടോ നമ്മൾ സെലക്ട് ചെയ്തേക്കണേ. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിച്ചേക്കണ ഒരു പച്ച, പിന്നെ ഇത് വേറെ എവിടെ നിന്ന് വാങ്ങിച്ചോ, എവിടെയെങ്കിലും ആവട്ടെ. സോ നമ്മുടെ അത്യാവശ്യം നമ്മൾ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കോലും വെച്ചിട്ട്, അയ്യോ കോലില്ല, തൽക്കാലം പെൻസിൽ ഉപയോഗിക്കാം. ഇതൊക്കെ ഇങ്ങനെ എന്തോ അയ്യോ ഇത് കട്ട് നശിച്ചോ. ഗൈസ് എന്താവും അറിഞ്ഞൂടാ, നമുക്ക് എന്തായാലും മുക്കി നോക്കാം.
പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. എന്തൊക്കെയോ ഉണ്ട്. എന്തൊട്ടത് ഗൈസ്, ദിസ് വർക്ക്ഡ്. ഞാൻ കാണിച്ചത്, ഞാൻ ശരി കാണിച്ചത് സാധനം. ഗൈസ്, സാധനം ആക്ച്വലി പൊളിച്ചു. ഇന്നത്തെ ഡിസൈനൊക്കെ നോക്കി. ഹൗ കൈമ കുറച്ച് പെയിൻ്റ് ഉണ്ട് സ്റ്റിൽ, എന്നാലും ആ വർക്ക് കണ്ട ചുമ്മാ തീ സാധനം. മോനെ ഭയങ്കര കളറുകളൊക്കെ ഇറങ്ങി അടിച്ച് പൊളിച്ചാൽ ഇതിപ്പോൾ ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട് വലിയതായിട്ട് അറിയണം. പക്ഷേ സാധനം വർക്കായി ഗായ്സ്. ആൻഡ് ദിസ് ആർ മൈ നാച്ചുറൽ നെയിൽസ്. ഓക്കെ, മോനെ എൻ്റെ കൈമൊക്കെ പെയിൻ ഉണ്ട്, ബട്ട് ദിസ് ഈസ് അടിപൊളി. സോ ഗൈസ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ദിസ് ഈസ് അമേസിങ്. ഇത് കുറച്ച് ഡാർക്ക് കളേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കിട്ടും. So bye.